ഹമാസ് തലവൻ യഹ്യ സിൻവാറിനെ വധിക്കാൻ ഇസ്രയേലി സുരക്ഷാ ഏജൻസികൾക്ക് അവസരം ലഭിച്ചെങ്കിലും പിന്മാറിയെന്ന് റിപ്പോർട്ടുകൾ. നിലവിൽ തടവിലുള്ള ബന്ദികളുടെ ജീവനെ ഭയന്ന് അതിനെതിരെ തീരുമാനമെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ബന്ദികളെ സിൻവാർ മനുഷ്യ കവചമാക്കി ഉപയോഗിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. സിൻവാർ സ്വയം വളയുകയും ഇസ്രയേൽ സേനയുടെ വെടിയേറ്റ് വീഴാതിരിക്കാൻ അവരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഗാസയുടെ കീഴിലുള്ള തുരങ്കങ്ങളിൽ സിൻവാർ ഒളിച്ചിരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ലബനനിലെ തെക്കൻ പ്രാന്തപ്രദേശമായ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്തിയ ഇസ്രയേലി വ്യോമാക്രമണത്തെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം സിൻവാർ തന്റെ ഒളിത്താവളം ഉറപ്പിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. താരതമ്യേന ഏറെ നാളായി അജ്ഞാത അവസ്ഥയിലായിരുന്ന സിൻവാർ മരിച്ചിരിക്കാനുള്ള സാധ്യത ടെല്ലവീവ് അന്വേഷിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണിത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ കാര്യമായ നഷ്ടം നേരിട്ട ഹമാസിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായിരിക്കും സിൻവാറിന്റെ മരണമെന്ന് ടെല്ലവീവ് ആവർത്തിച്ചു. ഇസ്മായിൽ ഹാനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സിൻവാർ ഹമാസ് മേധാവിയായി. ഹമാസിന്റെ ആദ്യ തലവൻ ഇസ്മായിൽ ഹാനിയയും ഇപ്പോൾ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയും കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രയേലിന്റെ റഡാറിൽ അടുത്തത് ആരെന്ന ചോദ്യം ഉയരുന്നുണ്ട്. വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കവേ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീവ്രവാദം പൂർണ്ണമായി അവസാനിച്ചാലേ യുദ്ധം അവസാനിക്കുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ ഈ പ്രസംഗത്തിന് തൊട്ടുപിന്നാലെ ഇസ്രയേൽ ബെയ്റൂട്ടിനെ ആക്രമിച്ചു. ന്യൂ ഓർഡർ ഓപ്പറേഷൻ പ്രകാരമായിരുന്നു ആക്രമണം. ഭീകര സംഘടനയിലെ ഉന്നത കമാൻഡർമാരെ വധിക്കാനാണ് ഇസ്രയേൽ ഈ ഓപ്പറേഷൻ നടത്തുന്നത്. ഹമാസിന്റെ തലവനാണ് യഹ്യ സിൻവാർ. നിലവിൽ ഹമാസുമായാണ് ഇസ്രയേലിന്റെ പ്രധാന പോരാട്ടം. 2023 ഒക്ടോബറിലാണ് ഹമാസ് ഇസ്രയേലിനെതിരെ ആദ്യത്തെ വലിയ ആക്രമണം നടത്തിയത്. അന്നു മുതൽ ഇരുവരും യുദ്ധം നടക്കുന്നുണ്ട്. യഹ്യ സിൻവാർ ആണോ ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യമെന്നാണ് ഇപ്പോഴത്തെ ചർച്ച. ഇസ്രയേൽ ഇതിനകം നിരവധി ഹമാസ് കമാൻഡർമാരെ വധിച്ചിട്ടുണ്ട്. ഗാസയിൽ ജനിച്ച സിൻവറും ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ പോയിട്ടുണ്ട്. 2011 കരാർ പ്രകാരം സിൻവറിനെ ഇസ്രയേൽ ജയിലിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം സിൻവാർ ഹമാസിൽ ചേരുകയായിരുന്നു. 2017 ഹമാസിന്റെ നേതാവായി സിൻവാർ തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 ഇസ്രയേൽ സിൻവാറിനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവാണ് അലി ഖമേനി. നസ്രല്ലയുടെ കൊലപാതകത്തിന് ശേഷം ഇറാൻ അദ്ദേഹത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയെയും ഹമാസിനെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്നിൽ ഇറാനാണെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത്. യമനിലെ ഹൂതി സംഘടനയുടെ തലവൻ അബ്ദുൽ മാലിക് അൽ ഹൂതിയും ഇസ്രയേലിന്റെ റഡാറിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2024 ജൂലൈയിലാണ് ഹൂതി സംഘടനകൾ ഇസ്രയേലിനെതിരെ ആദ്യമായി ആക്രമണം നടത്തുന്നത്. 2024 സെപ്റ്റംബർ 17 ഹൂതി വിമതർ ഇസ്രയേലിന് നേരെ മിസൈൽ തൊടുത്തുവിട്ട ശേഷം അബ്ദുൽ മാലിക് പ്രസ്താവനയിറക്കുകയും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നുവെന്നും ഇസ്രയേലി ജനത ബങ്കറിൽ തന്നെ തുടരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നും അതിനാലാണ് ഞങ്ങൾ മിസൈൽ പ്രയോഗിക്കുന്നത് എന്നും ഹൂതി സംഘടനകൾ പറഞ്ഞു. അന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹൂതി വിമതർക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.